എല്ലാവർക്കും AR കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് സോയാബീൻസ് വരട്ടിയതാണ് ഉണ്ടാക്കിയത്. എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. തിള വന്നതിന് ശേഷം സോയാബീൻസ് അതിലേക്കിട്ട് ഒന്ന് തിളയാകുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഒന്ന് ചൂടാറിയതിന് ശേഷം ആ വെള്ളം കളഞ്ഞ് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് സോയാബീൻസ് എല്ലാം നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു ചട്ടിയിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ സോയാബീൻസ് എല്ലാം വറുത്ത് കോരി മാറ്റി വെക്കാം. ഇനി അതേ ചട്ടിയിലേക്ക് തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങാക്കൊത്ത് മൂത്തതിന് ശേഷം പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതോടെ മൂപ്പിക്കണം. ഇനി ഇതിലേക്ക് 3 സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂത്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, പെരിഞ്ജീരകം, കുരുമുളക് പൊടി ഇത്രയും കൂടിയിട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന സോയാബീൻസ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം.